इस हिंदी जैसे अनदर सब्जेक्ट टू पास आपको लगता है हिंदी जो सब्जेक्ट है हम पास होने के लिए पढ़ता है, तो इस वीडियो आपके लिए है। तो बच्चों कैसे हैं आप सब। इस वीडियो के अंदर मैं आपसे हिंदी भाषा के डिफरेंट डायमेंशंस और पर्सपेक्टिव्स के बारे में चर्चा करने वाला है, तो आप हमारे साथ जुड़े रहेगा। तो रेडी बच्चों, ओणम सेलिब्रेशन हो गया, फिर से वापस हम स्कूल में आ रहा है और हमारे जो ईसेट एग्जाम भी 10th का ईसेट एग्जाम भी खत्म हुआ है, तो इस सब मैं आपसे बताऊंगा। इसके पहले मैं आपसे एक बात कहना चाहता हूँ, ഇത്ര വരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകത്തില്ല. സോ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഹിന്ദി ഭാഷയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? കാരണം കേൾക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ ബാക്ക് അടിച്ച് പോയ ആൾക്കാരുണ്ടാവാം. കൂടെയുള്ളവർ മാത്രമായിരിക്കും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. കാരണം ഇത് നിങ്ങൾ പറയുന്ന പോലെ മറ്റ് ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വേറൊരു ഹിന്ദി ചാനലൊന്നുമല്ല, ഇത് ഹിന്ദി ന്യൂസ് ഒന്നുമല്ല, മറിച്ച് മലയാളത്തിൽ തന്നെയാണ്, എജു പോർട്ടിൽ തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. എന്തുകൊണ്ടാണ് ഹിന്ദിയെ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതി നിങ്ങൾ ഈ വീഡിയോ മുന്നോട്ട് കാണാൻ പ്രേരിപ്പിക്കുന്നതും പ്രേരിപ്പിക്കാത്തതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, കാരണം ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, നിങ്ങൾ ആ ഭാഷ ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ആ ഭാഷയിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്നായി തീരണം എന്നൊരാഗ്രഹിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും ഈ വീഡിയോ മുന്നോട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ തുടക്കം അങ്ങനെ ഞാൻ ആക്കിയത്. സോ ഈ സാറ്റ് എക്സാംസ് ഒക്കെ കഴിഞ്ഞു വന്നു. നമ്മുടെ ഒരുപാട് കുട്ടികളായിട്ട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. നിങ്ങളുടെ ഒക്കെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടി. അത് വെച്ചിട്ട് ഞാൻ 1-2 ദിവസം ഒന്ന് അനാലിസിസ് ചെയ്യുമായിരുന്നു. ഓക്കെ, സോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതായിരുന്നു, ഹിന്ദി ഭാഷ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ്, പക്ഷേ നിങ്ങൾ അതിനെ മനസ്സിലാക്കിയ രീതിയാണ് ആ ഭാഷയെ നിങ്ങളുമായിട്ടുള്ള അകൽച്ചയിലേക്ക് നയിക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഹിന്ദി ഭാഷയെ എങ്ങനെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം, അതിനെങ്ങനെയൊക്കെ പഠിക്കാം, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഹിന്ദി ഭാഷയിൽ നിങ്ങൾക്കുള്ളത്, അതുപോലെ തന്നെ ഈ ഭാഷ ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ ആണ്, അതുപോലെ തന്നെ ഭാഷയുടെ വ്യത്യസ്ത തലങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കാം. तो बच्चों मैं सिर्फ आपसे ये कहना चाहूँगा कि हिंदी भाषा बहुत आसान है. हिंदी इज़ वेरी ईजी. आप उसे अच्छी तरह से समझ के पढ़े तो നിങ്ങൾ അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഹിന്ദി വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. നമുക്ക് ഹിന്ദിയിൽ വളരെ എളുപ്പത്തിൽ സ്കോറും ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ചിലർക്കൊക്കെ എന്താണ് ആ ഭാഷയെ നിങ്ങൾ വെറുത്ത് തുടങ്ങിയതും. ഇനി ആ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ തന്നെയാണ് നമ്മൾ എജു പോഡ് നിങ്ങൾക്ക് ഹിന്ദി റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെഷൻസ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു വരുന്നു. നല്ല ഫീഡ്ബാക്ക് ആണ്, കുട്ടികൾക്കൊക്കെ നല്ലൊരു ഫീഡ്ബാക്ക് അതിൽ കിട്ടുന്നുണ്ട്. സോ അതിൻ്റെ ഒക്കെ ബേസിലാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പോകുന്നത്. എന്താണ് ആ ഒരു കാര്യം പറയുന്നത് തന്നെ? സോ ഇഗ്നൈറ്റ് എന്നൊരു കാര്യം തന്നെയാണ്. ഇഗ്നൈറ്റ് ചെയ്യാനൊരു സമയമായിട്ടുണ്ട്. കാരണം ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കും ഹിന്ദിയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും ഒരു വ്യത്യസ്തം കൊണ്ടുവരാൻ നിങ്ങൾക്കൊരു അവസരമുണ്ട്. കാരണം ക്രിസ്മസ് എക്സാം അടുത്തായിട്ടുണ്ട്, മറിച്ച് അത്ര ദൂരവുമല്ല. आप जो सोच रहा होगा व्हाट इज सीज वायर എന്നതുകൊണ്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. आपको जो पुराने രീതി ആണ്, നമ്മൾ പഠിച്ചു വരുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ്, അതിനൊക്കെ ഒഴിവാക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാണ്? നമ്മൾ വളരെ ബോറിംഗ് ലെക്ചേഴ്സ് ആയിട്ടാണ്, കാരണം നമ്മൾ ഇൻട്രാക്ട് ചെയ്യാതെ വളരെ ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നു, പിന്നീട് അത് പോകുന്നു, ലൈൻ ബൈ ലൈൻ പഠിക്കുന്നു, എക്സാം എഴുതുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്താണ്? നമ്മൾ വളരെ മെമ്മറൈസ് ചെയ്യാനാണ്, അതിനെ മെമ്മറൈസ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത്, അല്ലാണ്ട് അതിനെ എന്താണ് എപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. രണ്ടാമത്തെ എന്താണ്? നമ്മളെപ്പോഴും പേടിക്കാറുണ്ട് അല്ലേ, എപ്പോഴും ഇതെനിക്ക് തെറ്റ് പറ്റുമോ, ഭാഷയാണല്ലോ, നമുക്ക് സംസാരിക്കാൻ തെറ്റ് പറ്റുമോ, അവനെന്ത് വിചാരിക്കും, ഇവനെന്ത് വിചാരിക്കും, മേ ബി ഉത്തരക്കടലാസ് എഴുതി കഴിഞ്ഞാൽ ടീച്ചർ എന്ത് വിചാരിക്കും എന്ന് പറയുന്ന ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ എന്താണ്, എപ്പോഴും ഹിന്ദി ടഫാണ്, കാരണം ഹിന്ദി നമ്മൾ ആരുമായിട്ട് സംസാരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഹിന്ദി വളരെ ടഫാണ് എന്നൊരു പ്രെജുഡിസ്റ്റിക്കൽ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാം. ഇനി അതിനെങ്ങനെ ഇഗ്നൈറ്റ് ചെയ്യാം, അതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്താണ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. എന്താണ് ആ ഭാഷയിൽ? നിങ്ങൾക്ക് എന്താണ് ഹിന്ദി പിക്ചേഴ്സ് കാണാം അല്ലേ, ഹിന്ദി സിനിമകളിലൂടെയൊക്കെ എന്താണ് നിങ്ങൾക്ക് അതിൽ ഭാഷയുടെ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. കാരണം കഹാനികളാകാം, പോയംസ് ആകാം, ഇതൊക്കെ വായിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുന്നതിലൂടെ ആ ഭാഷയുടെ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ ഉളവാക്കാൻ ശ്രമിക്കുക. അടുത്ത എന്താണ്? എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കണം. തെറ്റ് പറയുന്നെങ്കിലും അത് കോൺഫിഡൻ്റ് ആയിട്ട് പറയണം. തെറ്റ് എഴുതുന്നുണ്ടെങ്കിൽ അത് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതണം. തെറ്റുകൾ സംഭവിച്ചാൽ മാത്രമേ അത് തിരുത്താനും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. तो बच्चों തെറ്റുകൾ സംഭവിക്കാം, തുടക്കത്തിൽ തെറ്റുകൾ ഡെഫിനറ്റ്ലി സംഭവിക്കാം. തെറ്റില്ലാതെ, തെറ്റുകൾ പറ്റാതെ നമുക്ക് എന്താണ് ഒരിക്കലും അതൊന്നും ശരിയാവത്തില്ല. അത് തന്നെയാണ്, തെറ്റ് തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും വന്നാൽ മാത്രമേ എന്ത് ചെയ്യും, അതൊന്ന് അട്രാക്ട് ചെയ്തില്ല, മറിച്ച് പോസിറ്റീവ് ഓൾവേസ് റിപ്പൽ, നെഗറ്റീവ് ഓൾവേസ് റിപ്പൽ. സോ
make it positive and negative. Ready? तो क्या है തെറ്റുകൾ പറ്റാം, തെറ്റുകളിൽ നിന്ന് തന്നെയാണ് ശരി ഉണ്ടാകുന്നത്. സോ സ്പീക്ക് കോൺഫിഡൻ്റ്ലി. റെഡി? അടുത്ത എന്താണ്? നിങ്ങൾ എപ്പോഴും ക്രിയേറ്റീവായി ചിന്തിക്കണം. ഭാഷയാണ്, ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് തിങ്കിങ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഭാഷയിൽ നിങ്ങൾക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. എപ്പോഴും ചിന്തിക്കുമ്പോഴൊക്കെ എന്താണ്, ഹിന്ദിയിലൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് ഹിന്ദിയിലേക്ക് എങ്ങനെ ചിന്തിക്കാം, ഹിന്ദിയിൽ എങ്ങനെ അതൊന്ന് പറയാം, ഒക്കെ ചിന്തിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അവിടെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക. അടുത്തത് എന്താണ്? നിങ്ങളുടെ ഫ്യൂച്ചറിൽ, യുവർ ഫ്യൂച്ചർ ഓൾവേസ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവിയിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും പോകുന്നത്. കാരണം ഫ്യൂച്ചർ എന്താണ് നല്ല രീതിയിൽ വരണമെങ്കിൽ നമുക്ക് ഈ ഭാഷയുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഫ്യൂച്ചറിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഭാഷ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാനുള്ള ഒരു നിങ്ങൾക്കൊരു ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫ്ലോയിൽ അങ്ങ് പോയിക്കൊള്ളിരിക്കും. ഇറ്റ്സ് എ സ്പോണ്ടാനിയസ് ഫ്ലോ ആണ്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഒഴുക്കിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും. പിന്നീട് എനിക്കൊരു മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ എജുപോർട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യമാണ്. ഈ ഒരു 1.5 മാസം 2 മാസം നമ്മുടെ ജേണിയിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഗ്രാമറിന് കുറച്ച് പ്രാധാന്യം ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, ഗ്രാമർ ബേസ്ഡ് തന്നെയായിട്ടാണ് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നത്. പിന്നീട് എന്താണ്, റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ നമ്മുടെ എജുപോർട്ട് ജിമൻ സാർ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റികളിലൊക്കെ ആക്റ്റീവായിട്ട് നമ്മൾ റൈറ്റിംഗ് സ്കില്ലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഇടാറുണ്ട്. പിന്നീട് എന്ത് ചെയ്തു, റൈറ്റിംഗ് സ്കില്ല് നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. ലിറ്ററേച്ചർ, സാഹിത്യത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. നിങ്ങളുടെ സ്റ്റുഡൻസിനെ കൂടുതൽ അതിലേക്ക് ഇൻട്രാക്റ്റീവ് ചെയ്യിപ്പിക്കാനൊക്കെ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താണ് ഞാൻ ചെയ്തൊരു കാര്യമാണ്, സ്പീക്ക് കോൺഫിഡൻറ്റ് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ ഒരു ബ്ലാങ്ക് ആയിട്ട് വെച്ചൊരു കാര്യം തന്നെയാണ്. സ്പീക്ക് കോൺഫിഡൻറ്റ് എന്നൊരു സാധനം ഇപ്പോഴും ബ്ലാങ്ക് ആണ്. സോ ഹൗ ടു ബിഗിൻ ദാറ്റ്, എങ്ങനെയാണ് ആ ഒരു സ്പോക്കൺ എന്നതിനെക്കുറിച്ച് നിങ്ങളിലേക്ക് ഞാനൊന്ന് സംസാരിക്കാം എന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. തോ ബച്ചോ റെഡി? തോ സ്പോക്കൺ ഹിന്ദി എന്നൊരു ആശയം നിങ്ങൾ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് കുട്ടികളുടെ ഫീഡ്ബാക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന മാറ്റം, എത്ര പെർസെൻറ്റേജ് കൊടുക്കാം എന്നൊരു ഞാൻ എന്ത് ചെയ്തു, ഒരു സ്റ്റാറ്റിക് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയൊരു കാര്യം ഇതായിരുന്നു. മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും അതിൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ അവർ റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുകയുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് പേരൊക്കെ എന്താണ്, ശരി എന്താണ് ചെയ്തേക്കാം, 10 മുമ്പ് കാണുന്നെങ്കിൽ 10 കൊടുത്തേക്കാം, 20 20 കൊടുത്തേക്കാം എന്ന് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ നല്ല രീതിയിൽ എനിക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികൾ ചെയ്തൊരു റിപ്പോർട്ട് എനിക്ക് മനസ്സിലായത് എന്താണ്, എക്സാം സ്കോർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താണ്, അവർക്ക് ആ ഒരു ഭാഷയോടുള്ള ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. കാരണം ഇൻട്രാക്റ്റീവ് സെഷൻ ഞാൻ നിങ്ങളോട് ലൈവിലായാലും ഹിന്ദിയുടെ യൂസേജസ് ഒക്കെ ചിലവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നു. കാരണം ഞാൻ ഹിന്ദിയിൽ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ ആ ഭാഷയായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടാൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, കോൺഫിഡൻസ്, സ്പീക്കിങ്ങിലേക്ക് ഒരു കോൺഫിഡൻസ് തരാൻ ഈ ഒരു ക്ലാസ്സസ് സഹായിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അവർ വീട്ടിലൊക്കെ അവരുമായിട്ടൊക്കെ സംസാരിക്കാനും ചില ഭാഷകളൊക്കെ ഉപയോഗിച്ച് തെറ്റുപറ്റിയാൽ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് ഇൻസ്പയർ ആയി എന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീസ് ഫയർ എന്നൊരു ഐഡിയ ഞാൻ നിങ്ങളോട് മുന്നോട്ട് വെക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. സോ അതിന് മുമ്പായിട്ട് എങ്ങനെയാണ് നമ്മുടെ എഫക്റ്റീവ് വേ, എജുപോർട്ടിലെ ആ ഒരു എഫക്റ്റീവ് വേ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. നമ്മുടെ റെവല്യൂഷനായാലും എല്ലാ വീഡിയോസിലും ആപ്പിലേക്ക് പോകുന്ന എല്ലാ വീഡിയോസിലായാലും നമ്മൾ ചെയ്യുന്ന ഒരു എഫക്റ്റീവ് വേ നിങ്ങളോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇൻട്രാക്റ്റീവ് സെഷനാണ് നമ്മുടെ റെവല്യൂഷൻ ആയാലും ഇൻട്രാക്റ്റീവ് സെഷൻസ് തന്നെയാണ് കൂടുതൽ പോകാറുള്ളത്. കാരണം നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് നിങ്ങളെ ആശയം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരാം എന്ന രീതിയിൽ തന്നെയാണ് റെവല്യൂഷനൊക്കെ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ആയാലും നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അടുത്തത് എന്താണ്, നിങ്ങളുടെ സ്പീക്കിങ്ങിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ രണ്ടാമത്തെ കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ റെഡി? അടുത്തത് എന്താണ്, ഗെയിമിഫൈഡ് രൂപത്തിലാണ്. അവസാനം കുറച്ചൊരു ഗെയിമിഫൈഡ് രൂപത്തിൽ തന്നെയാണ് നിങ്ങളായിട്ട് വൺ ഷോട്ടൊക്കെ ഞാൻ തരുമ്പോഴൊക്കെ എന്താണ് ഒരു ഗെയിം രൂപത്തിൽ ഓരോ സ്റ്റോറി മെത്തേഡൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓരോ സ്റ്റോറി ഞാൻ പഠിപ്പിക്കുന്നത്, ഓരോ കഹാനിയൊക്കെ പഠിപ്പിക്കുന്നത്. അടുത്തത് എന്താണ്, ആ ഒരു റിയൽ വേൾഡ് ഹിന്ദിയെക്കുറിച്ച്, റിയൽ ലോകത്തിലുള്ള ആ ഒരു ഹിന്ദിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യകതയൊക്കെ നമ്മൾ ഓരോ വീഡിയോയുടെ കൂടെ തന്നെ പറയാറുണ്ട്. സോ ബച്ചോ ഏ ഹേ ഹമാരി ജോ വേ, നമ്മുടെ ഒരു വേ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സോ ഇഫ് ദർ ഇസ് എ വിൻ ദർ ഇസ് എ വേ, റൈറ്റ്? സോ ഇഫ് ദർ ഇസ് എ വിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ വേ. അതുപോലെ തന്നെ എന്താണ്, എജുപോർട്ടിൻ്റെ വേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റുഡൻസിന് ഇത്ര മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സഹായിച്ചത്. സോ റെഡി ബച്ചോ? അടുത്തത് എന്താണ്, എപ്പോഴും ഞാൻ ഹിന്ദി ഭാഷ, എന്തിനാണ് ഹിന്ദി ഭാഷ പഠിക്കേണ്ടത് എന്ന ചോദ്യം എല്ലാവരുടെ ഉള്ളിൽ ഒരു കാര്യമാണ്. വൈ ലേൺ ഹിന്ദി, എന്തിനാണ് നമ്മൾ ഹിന്ദി ഭാഷയെ പഠിക്കേണ്ടത്? സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഹിന്ദി ഭാഷ എന്ന് പറയുന്നത് സബ്ജക്റ്റ് മാത്രമല്ല, ഏകദേശം 600 മില്യണോളം, അതായത് 60 കോടിയിലധികം ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. ഈ ഭാഷ നിങ്ങൾ കേരളത്തിലെ മലയാളം എത്ര പേര് സംസാരിക്കുന്നു, എത്ര കോടി ജനങ്ങൾ സംസാരിക്കുന്നു എന്നറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടൂ. കേരളത്തിലെ മലയാളം ഭാഷ എത്ര കോടി ജനങ്ങൾ സംസാരിക്കുന്നു എന്നറിയുന്നവർ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ ഹിന്ദിയുടെ കാര്യത്തിൽ എന്താണ്, 60 കോടിയിലധികം ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. മൗറീഷ്യസ് ആയിക്കോട്ടെ, ഗൾഫ് കൺട്രീസസ് ആയിക്കോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, ഒരുപാട് രാജ്യങ്ങൾ സംസാരിക്കുന്ന ഈ ഭാഷ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ
നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ആ ഒരു ലെവൽ എന്തായിരിക്കും എന്ന്. സോ റെഡി വെച്ചോ. സോ അതുകൊണ്ട് തന്നെ എന്താണ്, വളരെ ഗ്ലോബൽ വാസ്റ്റ് റേഞ്ച് ഓഫ് ഗ്ലോബൽ ആൾക്കാരുമായിട്ടാണ് നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ജോലിയായാലും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാനാണ്, കോൺഫിഡൻറ്റ് സ്പീക്ക് ചെയ്യാൻ ഈ ഒരു ഭാഷ അറിഞ്ഞിരിക്കണം. റെഡി? അല്ലെങ്കിൽ എന്താണ്, വളരെ ഏറ്റവും ലോകത്ത് സംസാരിക്കുന്ന മൂന്നാമത്തെ ഒരു ഭാഷ തന്നെയാണ് ഹിന്ദി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഹിന്ദി സ്കിൽസ്, ഹിന്ദി സംസാരിക്കാൻ നടക്കുന്നവർക്ക് നല്ലൊരു ഡിമാൻഡ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലായാലും പുറത്തായാലും ഉള്ളത്. तो बच्चों ഹിന്ദിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇഫ് യു ആർ റെഡി ടു ലേൺ ഹിന്ദി, നിങ്ങൾ ഹിന്ദിയെ പഠിച്ചു വരും. ഇഫ് യു ആർ റെഡി ടു ലവ് ഹിന്ദി, നിങ്ങൾ ഹിന്ദിയെ സ്നേഹിക്കാൻ തുടങ്ങുവാണെങ്കിൽ ഹിന്ദി നിങ്ങൾക്കൊരു വേ തന്നെയാണ്, നല്ലൊരു ഗേറ്റ് വേ ഹിന്ദി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. तो बच्चों റെഡി? അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഒരുപാട് എങ്ങനെയാണ് ഹിന്ദി സ്കിൽസിന് ഈ ഒരു ഹൈ ഡിമാൻഡ്സ് ഏതൊക്കെ ഫീൽഡിലാണ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. കാരണം എന്തൊക്കെയാണ്, മീഡിയ എൻ്റർടൈൻമെൻറ്റ് ഡെഫിനറ്റ്ലി നമുക്കറിയാം. ഒരുപാട് ഷോർട്സ് ആയിട്ട് നിങ്ങൾ റീലൊക്കെ കാണുമ്പോൾ സിനിമകളൊക്കെ എന്താണ്, ഒരുപാട് ബോളിവുഡ് ആയാലും ഒരുപാട് തരത്തിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്യുന്നത് എന്താണ്, ഈ സോഷ്യൽ മീഡിയ എൻ്റർടൈൻമെൻറ്റിൽ നിന്നാണ്. അതിലവിടെ ഹിന്ദിക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ടെക് ആയാലും, നിങ്ങൾ ഒരുപാട് എഞ്ചിനീയറിംഗ് ആയാലും ഏതൊരു ടെക് ഫീൽഡിൽ പോവുകയാണെങ്കിലും ഈ ഭാഷ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് സെക്ടേഴ്സ്, നിങ്ങളൊരു ഫോഴ്സിലേക്ക്, ആർമഡ് ഫോഴ്സിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്താണ്, ഹിന്ദി അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് അവിടെ മെച്ചപ്പെടാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടർ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്, നിങ്ങൾ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ എഴുതി എന്താണ് മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ്, ഇതും നല്ലൊരു അവസരം തന്നെയാണ്. കാരണം ഭാഷ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഈവൻ ദോ സോദാക്കാരനാണ് ബാർഗെയിൻ ചെയ്യാൻ പോലും ആ ഭാഷ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളാണുള്ളത്. അടുത്ത് എന്താണ്, ഒരുപാട് ടൂറിസം മേഖലകൾ, ആപ് ജോ ടൂറിസം ആക്കോ പസന്ത്, നിങ്ങൾക്ക് ഇവിടുന്ന് കേരളം വിട്ട് ഒന്ന് പുറത്ത് പോയി കറങ്ങിയിട്ടൊക്കെ വരണം ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഷ അറിഞ്ഞിരിക്കുക എന്നത് അവിടെയും പ്രാധാന്യം തന്നെയാണ്. റെഡി വെച്ചോ? പിന്നെ എന്തൊക്കെയാണ്, ഒരുപാട് സർവീസസ് നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഭാഷ നിങ്ങൾക്കുള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വാസ്റ്റ് റേഞ്ച് ഓഫ് കണക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ഈ ഭാഷ കൊണ്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത്. तो बच्चों रेडी? तो इसीलिए मैं आपसे बोल रहा हूँ, ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ്, റെഡി ടു ഇഗ്നൈറ്റ് യുവർ പാഷൻ. നിങ്ങളുടെ പാഷൻ എന്തോ ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങൾ എന്ത് സെക്ടറിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ ഭാഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ജോബ് സ്പേസിലായാലും എവിടെയായാലും ഈ ഭാഷ വെച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഐ പ്രോമിസ് യു. रेडी बच्चों? तो क्या है, अब चाहिए तो हमारे साथ जुड़ के हिंदी पढ़ाई आपको आगे जा सकता है. നിങ്ങൾക്ക് നമ്മുടെ കൂടെ ചേർന്നിട്ട് നമ്മുടെ डाउनलोड द एजुपोर्ट ऐप, आप हमारे ऐप डाउनलोड करो, हमारे साथ आपका लैंग्वेज का जर्नी भी ആകെ പഠോ. സോ ദ സീസ് വയർ ദ റൈറ്റ് ടൈം ടു ഇഗ്നൈറ്റ്. എന്താണ് സീസ് വയർ എന്ന് പറയുന്നത്? നമ്മൾ ഈ പഠിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്പോക്കൺ ഹിന്ദിക്ക് കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹിന്ദിയെ പഠിക്കാൻ പോകുന്നതാണ് നമ്മുടെ സീസ് വയർ കൊടുക്കുന്നത്. സോ സീസ് വയർ എന്ന റെവല്യൂഷൻ ഈസ് ദർ. റെവല്യൂഷൻ നമ്മുടെ ആദ്യൊരു തലം അവിടെ നടക്കുന്നത്, അതിൻ്റെ കൂടെ അടുത്തൊരു തലമാണ് സീസ് ഫയർ എന്ന് പറയുന്നത്. ഇഫ് യു ആർ റെഡി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ആപ്പിലേക്കാണോ യൂട്യൂബിലേക്കാണോ നിങ്ങൾ വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്യാം. ഇഫ് യു ആർ റെഡി ടു ലേൺ, ഞാൻ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ്. എങ്ങനെയാണ് ക്ലാസ് കാര്യങ്ങൾ വേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ കമൻറ്റ് ബോക്സ് അതിനായിട്ട് ഞാൻ വിട്ടിരുന്നു. ആപ്പിലേക്കാണ് വേണ്ടതെങ്കിൽ സീസ് ഫയർ ആപ്പ് എന്ന് കൊടുക്കാം, യൂട്യൂബിലേക്കാണ് വേണ്ടത് സീസ് ഫയർ യൂട്യൂബ് എന്ന് കൊടുക്കാം. സോ बच्चों क्लियर है? तो इसी दौरान मैं आज का सेशन यहाँ बंद करता हूँ. तो आपका किसी भी सवाल है तो मुझसे पूछ लीजिएगा. हमारे व्हाट्सएप कम्युनिटी में आ जाओ. हमारे जिमन सारे जूपोर्ट SLC का भी है. എല്ലാവരും ജോയിൻ ചെയ്യാൻ, നിങ്ങൾ ഇനി ബാക്കിയുണ്ടെങ്കിൽ അവിടെയൊക്കെ ജോയിൻ ചെയ്തോളൂ. तो रेडी, हम यहाँ कम्प्लीटली रेडी है आपके लिए. നമ്മളിവിടെ കംപ്ലീറ്റ്ലി റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ഇഫ് യു ആർ റെഡി ടു ലേൺ, ഓൾവേസ് वी आर हियर टू टीच यू. सो एजुपोर्ट इज ऑलवेज विथ यू. तो बच्चों ऐसे शुरुआत करते हैं हमारी भाषा की एक नई जर्नी. तो तब तक के लिए धन्यवाद. थैंक यू.